എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് എന്നത് നമ്മെ സംബന്ധിച്ച് ഉണ്ണിയേശു ജനിച്ച ദിവസമാണ്. പക്ഷേ ഉണ്ണിയേശു ജനിച്ചതിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയുമോ? മത്തായി 1:21 ഇങ്ങനെ പറയുന്നു: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. പാപികളായിരുന്ന നാം ഓരോരുത്തരെയും പാപത്തിൽ നിന്നും രക്ഷിപ്പാനാണ് യേശു ഈ ഭൂമിയിൽ പിറന്നത്. നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടിയിരുന്ന മരണമാണ് കാൽവരിയിലെ ക്രൂശിൽ യേശു അനുഭവിച്ചത്. യാതൊരു നന്മയും ഇല്ലാതിരുന്നിട്ടും ഈ യേശു നമ്മെ സ്നേഹിച്ചു. യേശുവിന് നമ്മോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്ന സന്ദേശവും. നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിപ്പാനും നമുക്ക് കഴിയണം. യേശു നമ്മോട് നമ്മുടെ തെറ്റുകളെ ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. കൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ ജനിക്കേണ്ടിയിരുന്ന ആ യേശു ആ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നുവെങ്കിൽ ആ താഴ്മയെ നമ്മൾ മാതൃകയാക്കണം. ഈ പുതിയ പുലരിയിൽ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെയുണ്ടെങ്കിൽ, ആരെയെങ്കിലും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കാതെ വരുന്നുവെങ്കിൽ, പുൽത്തൊട്ടിയിൽ ജനിച്ച ആ ഉണ്ണി യേശുവിനെ നമുക്ക് ഓർക്കാം. പാപികളായിരുന്ന നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന യേശുവിനെ പോലൊരു മാതൃക നമുക്ക് അനുകരിക്കാൻ മറ്റാരുമില്ല. യേശു കാണിച്ചു തന്ന മാതൃക പോലെ എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും ഒരുപോലെ കരുതുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ക്രിസ്മസ് രാവിൽ നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹം നിറയ്ക്കാം. സ്നേഹം പങ്കിടുമ്പോഴാണ് ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിലേക്കും ലോകത്തിലേക്കും ഒഴുകട്ടെ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു.